ഷാജഹാൻ മറ്റെന്താണ് പറയാനുള്ളത്? ബിനു, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് പാലക്കാട്, അതോടൊപ്പം തന്നെ കണ്ണൂർ, ആലപ്പുഴ, ലക്ഷദ്വീപ് ഇങ്ങനെ 5 പേർ, ലക്ഷദ്വീപിൽ നിന്ന് 2 പേർ, അങ്ങനെ 5 പേർ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്കും ലഭ്യമാകുന്നത്. ഇനിയിപ്പോൾ ഇവരുടെ മൃതദേഹങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റും. 2 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അവരും ഇപ്പോൾ കാഷ്വാലിറ്റി ചികിത്സയിലാണ്. എന്തായാലും വളരെയധികം മെഡിക്കൽ കോളേജ് ആലപ്പുഴ പൊതുവെ എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവം തന്നെ. നമ്മൾ ആദ്യം പെട്ടെന്ന് തന്നെ ഒരു അപകടം സംഭവിച്ചു എന്നറിഞ്ഞു എങ്കിൽ പോലും ഇത്ര വലിയൊരു അപകടമാണ്, അതിന്റെ വ്യാപ്തി ഇത്രയും വലുതായിരിക്കും എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് തന്നെ 5 പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ 7 പേർ സഞ്ചരിച്ച വാഹനത്തിൽ 2 പേരാണ് ഇപ്പോൾ പരിചരണത്തിൽ, ഡോക്ടർമാരുടെ തീവ്ര പരിചരണത്തിലുള്ളത്. അവരുടെ നിലയും അതീവ ഗുരുതരം എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് 1ാം വർഷ വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത്. ഷെവർലെ ടവേര കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് കായംകുളം രജിസ്ട്രേഷനിലുള്ള വാഹനം കൂടിയാണ്. ഏതായാലും കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ പുറത്തെടുത്തത്. KSRTC ബസ്സിലേക്ക് കാർ വന്ന് ഇടിക്കുകയായിരുന്നു. അരമണിക്കൂറിൽ കൂടുതൽ സമയമെടുത്തു ഇവരെ പുറത്തെടുക്കാൻ. അത്ര ആഘാതം, ഈ അപകടത്തിൻ്റെ ആഘാതം അത്ര വലുതായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഇവർ. റെന്റിനെടുത്ത വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന ഒരു സൂചനയും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ലഭ്യമായി വരുന്ന വിവരങ്ങളാണ്. ഇവർ ഈ വാഹനത്തിലാണ് ആലപ്പുഴയിലേക്ക് പോയത്. മൊത്തം 11 പേരാണ് ആലപ്പുഴയിലേക്ക് പോയത്. അതിൽ 7 പേർ ഈ കാറിലും മറ്റുള്ളവർ അവരുടെ ബൈക്കുകളിലുമായിട്ടാണ് സഞ്ചരിച്ചത്. ഇതിൽ കാറാണ് ഈ അപകടത്തിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ ഈ കാറ് KSRTC ബസ്സിൽ സ്കിഡ് ചെയ്ത് ഇടിക്കുകയായിരുന്നു. അമിത വേഗത്തിലായിരുന്നു കാറെന്ന് ദൃക്സാക്ഷികളൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും വളരെയധികം ഗുരുതരമായിട്ടുള്ള അപകടമാണ് എല്ലാവർക്കും സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്ന് തന്നെ അപകടം നടന്ന് 2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 5 പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി ഷാജഹാൻ, കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും വിളിക്കാം. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ജിബിൻ ആഞ്ഞിലിമൂട്ടിൽ കൂടി ചേരുകയാണ്. ജിബിൻ, പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാറിനുള്ളിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. അതോടൊപ്പം തന്നെ ഈ 5 പേർ മരിച്ചതിൽ ഒരാൾ ലക്ഷദ്വീപ് സ്വദേശിയാണ്. മറ്റുള്ളവരുടെ വിവരങ്ങളൊക്കെ ലഭ്യമായി വരുന്നുണ്ട്. ജിബിന് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? തീർച്ചയായും തന്നെ ബിനു, ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പേർ ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം 12ഓളം പേര് ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങളൊക്കെ തന്നെ സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിൽ തന്നെയും അത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അവിടെ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ കനത്ത മഴ ഈ ആലപ്പുഴയിൽ പെയ്തതിനെ തുടർന്നാണ് പെയ്തതിനെ തുടർന്ന് ഈ ഡ്രൈവറുടെ കാഴ്ച മങ്ങിയതാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമെന്നുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഡ്രൈവറുടെ കാഴ്ച മങ്ങിയതാകാം, ഈ ഒരു കാർ ഡ്രൈവറുടെ കാഴ്ച മങ്ങിയതാവാം ഇത്തരം ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ നടക്കുകയാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ ഒരു ബസ്സിലേക്ക്, ഈ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലേക്കാണ് ഈ ഒരു കാറ് വന്ന് ഇടിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളാണ് ഈ മരിച്ചത്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞ പോലെ ലക്ഷദ്വീപ് സ്വദേശികളായ ആളുകളൊക്കെ തന്നെ ഈ ഒരു അപകടത്തിൽ, ലക്ഷദ്വീപ് സ്വദേശിയായ ഒരു വിദ്യാർത്ഥി ഒക്കെ തന്നെ ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. 5 പേരോളം ഇപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമായി ഇപ്പോൾ തുടരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ചുകൊണ്ട് ഈ കാറ് വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഇവരെ പുറത്തെടുത്തത്. അത് തന്നെ ഏകദേശം അരമണിക്കൂറോളം ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഈ വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്രയേറെ ദുഷ്കരമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ വാഹനം പൂർണ്ണമായും തകർന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻസീറ്റിലിരുന്ന 2 പേരും അതോടൊപ്പം തന്നെ
പുറകിലെ സീറ്റിലിരുന്ന ഒരാളുമാണ് പുറകിലെ സീറ്റിലിരുന്ന വിദ്യാർത്ഥികളുമാണ് മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കളർകോട് ജംഗ്ഷൻ കോഴിക്കോട് കളർകോട് ജംഗ്ഷന് സമീപമാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളും നമുക്ക് പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 12 പേരാണ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടി ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ചില പേര് വിവരങ്ങൾ കൂടി അല്പം മുമ്പ് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഹമ്മദ്, ആനന്ദ്, മുഹസിൻ, ഇബ്രാഹിം, ദേവൻ എന്നീ വിദ്യാർത്ഥികൾ ആണ് മരിച്ചത് എന്നുള്ള ചില അനൗദ്യോഗികമായ ചില വിവരങ്ങൾ കൂടി ഇതോടൊപ്പം തന്നെ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ വിദ്യാർത്ഥികളുടെ ചില പേര് വിവരങ്ങൾ കൂടി ഇതോടൊപ്പം തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഇത് സ്ഥിരീകരിക്കാത്തതാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ പേരുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ മരിച്ച വിദ്യാർത്ഥികളിൽ ഒരാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ, അതായത് ഈ മുൻസീറ്റിലിരുന്ന വിദ്യാർത്ഥിയായിരിക്കാം ഈ ഒരു സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ 4 പേർ അപകടത്തിൽപ്പെട്ട ബാക്കി 4 പേർ ഈ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് അവർ മരിക്കുകയും ചെയ്തത്. ഇതിൽ 2 പേർ ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. ഈ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിലേക്ക് കാറ് ഇടിച്ചു കയറുന്ന ഒരു നിലയാണ് ഉണ്ടായത്. അതായത് ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഈ കാഴ്ച മങ്ങിയ ഒരു സാഹചര്യത്തിലാകാം ഇത്തരം ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാഹനങ്ങൾ അമിത വേഗതയിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ഇത്തരത്തിൽ മൂടൽമഞ്ഞോ മറ്റോ എന്തെങ്കിലും ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഈ കാഴ്ച മങ്ങുന്ന ഡ്രൈവറുടെ കാഴ്ച മങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും അത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടായത് ആവാം എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതനുസരിച്ചുകൊണ്ട് അങ്ങനെയാണ് എങ്കിൽ തന്നെയും അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതലായ പരിശോധനകൾ വേണ്ടി വരുമെന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു ദാരുണമായ ഒരു സംഭവം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഒരു അപകടം തന്നെയാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു KSRTC വാഹനത്തിലുണ്ടായിരുന്ന ഈ ബസ്സിലുണ്ടായിരുന്ന ഒരു യുവതിക്കും പരിക്കേറ്റു ഒരു യാത്രക്കാരിക്കും പരിക്കേറ്റു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ മുൻപിലിരുന്ന ഒരു സ്ത്രീക്കാണ് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റത്. അതായത്